പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും പോസ്റ്റ്നേറ്റൽ ടൈം പീരീഡിലൂടെ കടന്നു പോകുന്നവരും അറിയേണ്ട ഒരു ടേമാണ് യൂട്ടറൈൻ ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പ്രസവത്തിന് ശേഷം ഗർഭപാത്രം ചുരുങ്ങുന്നു എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് യൂട്ടറൈൻ ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് ഫ്യൂ ഡേയ്സിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 ആഴ്ച വരെ സമയമെടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് പൂർത്തീകരിക്കുക. അപ്പോൾ ബോഡി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യൂട്രൈൻ മസിൽസിൻ്റെ കോൺട്രാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂട്രൈൻ വോൾസിൻ്റെ സെല്ലുകളൊക്കെ ഷെഡ് ചെയ്യുന്നുണ്ട്. കൂടെ അതിൻ്റെ റിപ്പയറും നടക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും 2 ഉദ്ദേശമുള്ളത്. ഒന്ന്, പോസ്റ്റ് ഡെലിവറി ടൈം പീരീഡിലുള്ള ബ്ലീഡിങ്ങിനെ പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. രണ്ടാമത്തേത്, ഇനിയൊരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് യൂട്രസിനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോങ് പ്രോസസ്സ് നടക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടൊരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഈ ലക്ഷണങ്ങളെ കണ്ട് ഇത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണോ എന്നുള്ള രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് മസിൽ ക്രാംപ്സ്. അതായത് മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാവുന്നത് പോലുള്ള ക്രാംസ് ആണ് ഉണ്ടാവുക. ലോവർ അബ്ഡമനിലും തൈസിലുമാണ് പ്രധാനമായിട്ടും ക്രാംസ് ഉണ്ടാവുക. പക്ഷേ പ്രീവിയസ്ലി ഉണ്ടായ മെൻസ്ട്രേഷൻ ക്രാംസിനേക്കാൾ ഇൻറ്റൻസിറ്റി ഇതിന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി കൂടുന്നത് കണ്ടിട്ട് അതിൻ്റെ പെയിനും പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർ കണ്ടിട്ട് ഇതെന്തോ ഒരു പ്രോബ്ലം ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിൽ വേറൊരു പ്രത്യേകത കാണാറുള്ളത്, ഫീഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ബേബീനെ എടുത്ത് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്രാംസ് നന്നായിട്ട് കൂടും. ആൾക്കാർ വിചാരിക്കുക ഞാൻ ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ പ്രോബ്ലം ആണോ, ഞാൻ കിടന്ന് ഫീഡ് ചെയ്യുമ്പോഴാണോ ഇത് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഫീഡ് ചെയ്യുന്ന സമയത്ത് മദറിൻ്റെ ബോഡിയിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓക്സിറ്റോസിൻ ലോവർ അബ്ഡമിലുള്ള മസിൽസിനെയും യൂട്രൈൻ മസിൽസിനെയും ഒക്കെ കോൺട്രാക്ട് ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ക്രാംസ് വരാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത് ആബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ പൊസിഷൻസ് മാറ്റിയതിനെ കൊണ്ട് നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ ഫ്യൂ ഡേയ്സിന് ശേഷം, അതായത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇത് ഇമ്പ്രൂവ് ചെയ്ത് ശരിയായി വരും. ഈ ഒരു കാര്യം ഓക്കെ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എപ്പോഴും അമിതമായിട്ടുള്ള വേദനയുണ്ട് അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് ഇതിൽ ആവശ്യമായിട്ട് വരും.